HP കിടക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടോപ്പിക്കുമായാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് സർവീസ് ചെയ്യാൻ കിട്ടിയ ഇൻഡക്ഷൻ കുക്കറാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞത് ഡിസ്പ്ലേ വരുന്നില്ല, അതുപോലെ തന്നെ അതിൻ്റെ മുന്നേ E9 എറർ കാണിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഓണാകുന്നില്ല. അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു നോക്കാം. ഞാൻ ഓൾറെഡി ഇത് നന്നാക്കി വെച്ചാണ്, ഇതൊക്കെ അയച്ചു വെച്ചാണ്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇത് എടുത്തവർ കണ്ടത് ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഈ ഒരു ഭാഗത്ത് IC കംപ്ലീറ്റ് ഡസ്റ്റും കാര്യങ്ങളും കംപ്ലീറ്റ് പൊടികളായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം നമ്മുടെ തിന്നർ ഉപയോഗിച്ച് ആൽക്കഹോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഫാന് ഇവിടെ സ്റ്റക്കായിരുന്നു, അപ്പോൾ അത് ക്ലിയർ ചെയ്ത്. പിന്നെ അടുത്ത് നമുക്ക് ബോർഡിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ ഇതിന് E9 എറർ കാണിച്ചിരുന്നു. അപ്പോൾ ബോർഡ് ക്ലീനാക്കി നല്ലോണം കണ്ടീഷനാക്കി ഇതിൻ്റെ കേബിളൊക്കെ നല്ലോണം കണക്ട് ചെയ്ത് തരാം. ഡിസ്പ്ലേ വന്നിരുന്നു, പക്ഷേ ചൂടാകുന്നില്ല. E9 എററാണ് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ കോയിൽ ഇതിൻ്റെ സെൻസറിൻ്റെ വയറ് നമ്മൾ കോയിൽ അങ്ങോട്ട് മാറ്റി വെച്ച് ഇത് കംപ്ലീറ്റ് ബോർഡ് കംപ്ലീറ്റ് ഡസ്റ്റും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ ഒരു ഫാൻ സ്റ്റക്കായിട്ട് നമ്മൾ ഈ ഒരു കവർ ഓപ്പൺ ആക്കി അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഷോയിൽ ആഡ് ചെയ്തു. അങ്ങനെ നമുക്കൊന്ന് കറക്കിയൊക്കെ സ്റ്റക്ക് ഒഴിവായി ഫാനിൻ്റെ. അത് ഓവർ കറങ്ങിയാലും പ്രശ്നമാണ്. ഓണായിരുന്നാൽ ഇതിൻ്റെ സർക്യൂട്ടോ ഇതിൻ്റെ സർക്യൂട്ട് ഉണ്ട്, ഇതിൻ്റെ സർക്യൂട്ട് അതുപോലെ തന്നെ കോയിലും കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ വന്നത് E9 എറർ. പിന്നെ കാണിച്ചത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ E9 എററാണ് കാണിച്ചത്. അപ്പോൾ E9 എററിൽ ഇവിടെ നമ്മൾ 8050 തന്നെ ട്രാൻസിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ 8550 ഉണ്ട്. ഞാനിത് മൊത്തത്തിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ 8050 8550 ഒക്കെ പോയിരുന്നു. കുറേയൊക്കെ കാല് തുരുമ്പെടുത്ത് ഈ 8050 അതുപോലെ തന്നെ 8550 കാലൊക്കെ തുരുമ്പിടിച്ചിട്ട് ഇതുകൂടി ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അത് പുതിയത് ഇൻസ്റ്റാൾ ചെയ്തു ട്രാൻസിസ്റ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ IGBTൻ്റെ കാലിൽ കംപ്ലീറ്റ് ഡസ്റ്റും കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ E9 എറർ പോയി കിട്ടി. ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ പിന്നിന് ബാഡ് സോൾഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കറക്റ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് വന്നത്. കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞാനിത് നേരത്തെ വർക്ക് ചെയ്ത് വെച്ചാണ്. ഈ ഒരു കോയിലിൻ്റെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഈറ്റ് സിങ്ക് പേസ്റ്റ് ഉണ്ട്, ഈറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇല്ലേ. അപ്പോൾ ഈറ്റ് സിങ്ക് കോമ്പൗണ്ട് നമ്മൾ ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ സെൻസറിൻ്റെ മുകളിൽ. ഓക്കെ, അത് നമ്മൾ ഈ പാനലിൻ്റെ മുകളിൽ നല്ലോണം സീറ്റിംഗ് ആയിരിക്കണം ഈ ഒരു സെൻസർ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇതിൽ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോന്ന് ഇൻഡക്ഷൻ കുക്കർ റിപ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിതൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, E0 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം E9 എററായിരുന്നു കാണിച്ചിരുന്നത്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ പല കംപ്ലൈൻറ്റും വന്നിരുന്നു. അപ്പോൾ തിളയ്ക്കുന്നുണ്ട് വേഗം. നമ്മൾ ഇതുപോലെ കൂട്ടി കുറച്ചൊക്കെ നോക്കുക. ഡിസ്പ്ലേക്ക് പാനലിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുക ടച്ചിന്. ഓക്കെ, ഓഫാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.